ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇന്നിപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട ADGPയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് CP-യുടെ പ്രതീക്ഷ കൂടിയായിരുന്നു. ഈ ADGP RSS കൂടിക്കാഴ്ച തെറ്റോ ശരിയോ എന്ന് പോലും പറയാൻ മുഹൂർത്തമായിട്ടില്ല മുഖ്യമന്ത്രിക്ക് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ നിലപാട് വ്യക്തമാണ് എന്ന് ശബ്ദം മാറ്റി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. എന്താണ് ആ നിലപാടെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആ നിലപാടാണ് അറിയേണ്ടത്. അപ്പോൾ ഇന്ന് പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനത്തിലും പൂർണ്ണമായും പോലീസിനെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രതികരണം വരികയാണ്. ADGPയുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് കിട്ടാതെ ഇപ്പോൾ ഒന്നും പറയാനാകില്ല എന്ന് പാർട്ടി സെക്രട്ടറിയും പറയുന്നു. അപ്പോൾ എവിടെയാണ് സംശയം? കൂടിക്കാഴ്ച നടന്നു എന്നുള്ളത് ADGP തന്നെ സമ്മതിച്ചതാണ്. അത് ശരിയോ തെറ്റോ എന്ന് പറയാൻ പോലും പറ്റാത്തത്ര ദൗർബല്യം എന്താണ് പാർട്ടിക്ക്, സർക്കാരിന്? പാർട്ടിക്കൊരു ദൗർബല്യവുമില്ല സ്മൃതി. വളരെ കൃത്യമായിട്ട് പാർട്ടി സെക്രട്ടറിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു, എന്തായിരുന്നു കൂടിക്കാഴ്ചയിൽ സംസാരിച്ചത് തുടങ്ങിയ കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായ നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് പറഞ്ഞത്. ആരോപണങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടേതുപോലൊരു സംവിധാനത്തിനകത്ത് ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് നടപടി സ്വീകരിക്കാൻ പറ്റില്ല. അത് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹം അന്വേഷണത്തിലാണ്. ആ എപ്പോഴും പറയുന്ന വാദമാണ്. ആ വാദം നിങ്ങൾക്കൊരു സസ്പെൻഷൻ കൊടുക്കേണ്ട കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്കത് തീരുമാനിക്കാം, ശരിയാണ്. അതിൽ ഈ പറയുന്ന സാങ്കേതികമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ RSS ADGP കൂടിക്കാഴ്ചയിൽ എന്ത് നിയമ നടപടി സാധ്യമാകും, എന്ത് ശിക്ഷാ നടപടി സാധ്യമാകും, അതല്ല ചോദിച്ചത്. രാഷ്ട്രീയ നിലപാട് എന്ത് നിങ്ങൾക്ക്? എന്താണ് ഇത്ര ബുദ്ധിമുട്ട് പറയാൻ? രാഷ്ട്രീയ നിലപാട് വളരെ വ്യക്തമല്ലേ. CPMൻ്റെ ആരെങ്കിലും പോയിട്ട് RSS മേധാവിയെ കാണുന്നുണ്ടോ? ഒരു പോലീസ് ഓഫീസർ, ഒരു IPS-കാരൻ, കേരളത്തിലെ ഒരു ADGP, ആ 2 RSS നേതാക്കന്മാരെ, RSSൻ്റെ 2 ബൗദ്ധിക കേന്ദ്രങ്ങളെ പോയി കണ്ടു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് പോകും. ഇന്ത്യയിലെ മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിലേത് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ട സാഹചര്യം എന്താണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ? ഇന്ത്യയിലെ മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തില്. മയക്കുമരുന്ന്, കള്ളക്കടത്ത്, ഭീകരപ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്ന സ്മൃതി, താങ്കൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിലേത് എന്നത് കേന്ദ്ര ഏജൻസികളുടെ നീതി ആയോഗിന്റെ തന്നെ വിലയിരുത്തലാണ്. ലോ ആൻഡ് ഓർഡറിന്റെ കാര്യത്തിൽ എന്താണത്? ഈ അനധികൃതമായ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, പോലീസ് സംവിധാനത്തെ ആകെ ആരും ഇവിടെ വിമർശിച്ചിട്ടില്ലല്ലോ. ഇവിടെ ചെയ്യുന്ന എന്താണ് സ്മൃതി? എന്താണ് സ്മൃതി? കേരളത്തിലെ പോലീസ് കള്ളക്കടത്ത് തടയുന്നതിലും അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളിൽ ഇന്ത്യയിലെ മറ്റേത് പോലീസ് സംവിധാനത്തെക്കാളും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അത് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടാണ് സ്മൃതി. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസിനെ ഇന്നത്തെ രീതിയിൽ അപകീർത്തിപ്പെടുത്താനും അതിൻ്റെ ഈ കള്ളക്കടത്ത് സംഘങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്താനുമുള്ള ഏത് നീക്കം എവിടെ നിന്നുണ്ടായാലും അത് പ്രതിരോധിക്കും. ഇവിടെ ജയേന്ദ്ര മാസ്റ്റർ പറയുന്നത് കേട്ടു, കള്ളക്കടത്ത് പിടിക്കേണ്ടത് ജയേന്ദ്ര മാസ്റ്ററെ, കേരള പോലീസല്ല. കള്ളക്കടത്ത് പിടിക്കേണ്ടത് കസ്റ്റംസാണ്. ആ ഏജൻസികൾ കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ട് കൂട്ടുകൂടുകയാണ്, അവരുടെ ഒത്തുകളിയാണ്. ആ ഒത്തുകളിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേരളത്തിൽ കള്ളക്കടത്ത് കൂടുന്നത്. അതിനെയാണ് പുറത്ത് ശക്തമായ രീതിയിൽ തന്നെ ഇതിൻ്റെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ്റെ ജൂറിസ്ഡിക്ഷൻ പരിധിയിൽ വരുന്ന മേഖലകളിൽ കള്ളക്കടത്ത് സംഘങ്ങൾ നിരന്തരമായി പിടിക്കപ്പെടുന്നത്. ഈ കള്ളക്കടത്ത് സംഘങ്ങൾ നമ്മുടെ സമ്പദ്ഘടനയ്ക്കും സമൂഹത്തിനും വളരെ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ തന്നെ അതിനെ നേരിടണമെന്നുള്ള നിലപാട് നിർവഹിക്കുന്നു. PV അൻവർ ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തിൽ പോലീസ് എങ്ങനെയൊക്കെ പോലീസ് അതിൽ നിന്ന് സ്വർണം കൊണ്ടുപോകുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അത് കസ്റ്റംസും പോലീസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം, അതിന് ചില പോലീസുകാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെങ്ങനെയാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് പറയുന്നു. അതിന്മേലൊരു അന്വേഷണം നടത്തി അത് റിപ്പോർട്ടായി വന്നിട്ടുണ്ടോ? അതിനു മുമ്പ് എങ്ങനെയാണ് ഇപ്പോൾ പോലീസ് കള്ളക്കടത്തുകാരെ മുഴുവൻ പിടികൂടിയെന്ന് പറയുന്നത്? വന്ന ആരോപണത്തിലെ റിപ്പോർട്ട് എന്താണ്? അല്ല, അത് നമ്മുടെ മുമ്പിലുള്ള റിപ്പോർട്ടാണല്ലോ.
നമ്മുടെ മുമ്പിലുള്ള റിപ്പോർട്ടാണല്ലോ 2021, 22, 23 ഈ 24 വർഷം വരെ കരിപ്പൂർ എയർപോർട്ട് വഴി നിരവധി വിമാനങ്ങൾ വഴി വന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളെ പിടികൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളാണ്. ഈ കരിപ്പൂരിലെ മാത്രം എടുത്തു പറയുമ്പോൾ അത് മലപ്പുറം എന്നാക്കി പറയുന്നതാണല്ലോ മറ്റൊരു വിവാദം അതുമുണ്ടായിരിക്കുന്നത്. അപ്പോൾ കരിപ്പൂരിലെ കണക്ക് മാത്രം ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ? ഇതൊക്കെ പോലീസ് പറയുന്ന അതേപടി അവതരിപ്പിക്കുകയല്ലോ പാർട്ടി സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും ചെയ്യേണ്ടത്. സ്മൃതി എന്നെ എൻ്റെ വാദം പറയാൻ അനുവദിക്കുക, അല്ല താങ്കളുമായിട്ട് തർക്കിക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്നെ പാർട്ടി അയച്ചത് അതിനുമല്ല. പാർട്ടിയുടെ വാദങ്ങൾ പറയാനുള്ള സമയം തരുന്നില്ലെങ്കിൽ ഞാൻ എണീറ്റ് പോകും. സ്മൃതി അങ്ങനെ നല്ല ആളാവണ്ട, വലിയ തർക്കശാസ്ത്രിയൊന്നും ആകണ്ട, അങ്ങനെ ഒരു താർക്കിക യുക്തിയൊന്നും ഉപയോഗിച്ച് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞാനില്ല. എല്ലാവർക്കും അറിയാം കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണമാണ് ശ്രീമതി സ്മൃതി അൻവർ ഉന്നയിച്ചത്. അതിന് മറുപടിയാണ് ഇവിടെ പറഞ്ഞത്. അല്ലാതെ അങ്കമാലി എയർപോർട്ടുമായി ബന്ധപ്പെട്ടതല്ല, കൊച്ചി എയർപോർട്ടോ തിരുവനന്തപുരം എയർപോർട്ടുമായി ബന്ധപ്പെട്ടതല്ല. കരിപ്പൂർ എയർപോർട്ടിലൂടെ സ്വർണം ഒഴുകുന്നു, അത് പൊട്ടിക്കുന്ന കാര്യത്തിൽ പോലീസും കസ്റ്റംസും ഒക്കെ ഒത്തുകളിക്കുന്നു എന്ന ആരോപണമാണ് ഉന്നയിച്ചത്. ആ ആരോപണം വസ്തുതാപരമല്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാളും നമുക്കെല്ലാവർക്കും അറിയാം അഹമ്മദാബാദാണ് സ്മൃതി ഇന്ത്യയിൽ ഏറ്റവും കൂടി, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കള്ളക്കടത്ത് നടക്കുന്ന ഒരു എയർപോർട്ടാണ് അഹമ്മദാബാദ്. അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് നാമമാത്രമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ പോലും എങ്ങനെയാണ് ഒത്തുകളിച്ച് വിട്ടുപോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ സമ്പദ്ഘടനയ്ക്ക് നമ്മുടെ സമൂഹത്തിനും വലിയ അപകടമുണ്ടാക്കുന്ന കള്ളക്കടത്ത് പ്രവർത്തനത്തെ കേരളത്തിലെ പോലീസ് പ്രതിരോധിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട നിരവധി കേസുകൾ ഇവിടെയുണ്ട്. ആ കേസുകളെ എല്ലാം തന്നെ ദുർബലമാക്കാനുള്ള ആരുടെയോ താല്പര്യത്തെ മുൻനിർത്തിയാണ് അൻവർ സംസാരിച്ചത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.